അത്യപൂർവ അവസരമായി ദുബായ്ക്ക് വീണ് കിട്ടിയതാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി. ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കില്ല എന്നറിയിച്ചപ്പോൾ തെരഞ്ഞെടുത്ത വേദി. ആ അത്യപൂർവ അവസരത്തെ എല്ലാ അർത്ഥത്തിലും ദുബായ് പൂർണ്ണമായും ഉൾക്കൊണ്ടു നടത്തി. അത് ലോകത്തിന് ഒരു മാതൃകയായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എല്ലാ മത്സരങ്ങളും അതിന് ഫൈനലിലും അതോടൊപ്പം തന്നെ അതിനു മുൻപ് നടന്നിട്ടുള്ള സെമിയിലൊക്കെ തന്നെ മത്സരം ഏറ്റവും മികച്ച രീതിയിൽ നടത്താനായി. മാത്രമല്ല ഇവിടെയുള്ള ആരാധകർക്ക് അത് മറക്കാൻ കഴിയാത്ത മത്സരം താരങ്ങളും സമ്മാനിച്ചു എന്നുള്ളതാണ്. 25,000 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയത്തിൽ 30,000 വരെ ആളുകൾ എത്തിയിട്ടുള്ളതാണ് ഫൈനൽ പോരാട്ടം. ആ ഫൈനൽ പോരാട്ടം ഒരിക്കലും ഒരു ഇന്ത്യൻ ആരാധകൻ മറക്കില്ല. നല്ല ടൈറ്റ് മത്സരമായിരുന്നു. തുടക്കത്തിൽ വിക്കറ്റുകൾ പോവുക, പിന്നീട് തുടക്കത്തിൽ ഒരു നല്ല തുടക്കം ലഭിച്ചു, അതിനുശേഷം വിക്കറ്റുകൾ പോകുക, നിരാശയിലേക്ക് പോകുക, ഒടുവിൽ വിജയത്തിലേക്ക് തിരിച്ചു വരിക. അതിന് ഈ സ്റ്റേഡിയം വേദിയായി എന്നുള്ളതാണ്. മാത്രമല്ല വളരെ പെട്ടെന്നൊരു മത്സരം നടത്തണമെങ്കിൽ അത് നടത്താൻ കഴിയുമെന്ന് ദുബായ് തെളിയിക്കുകയും ചെയ്തു. സുരക്ഷ അങ്ങേയറ്റം കുറ്റമറ്റ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ, അതോടൊപ്പം തന്നെ യാത്രാ സൗകര്യങ്ങൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാം അക്ഷരാർത്ഥത്തിൽ ദുബായ് മാതൃകാപരമായി തന്നെ നടത്തി എന്നതാണ് ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഏറ്റവും വലിയ ഒരു മികച്ച കാര്യമായി നമുക്ക് എടുത്തു പറയാവുന്നത്. We are very, very happy for India to success. India and Dubai, we are team. Yeah. So we support India everywhere, every year. ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി വിജയം അത് ഇന്ത്യക്കും ദുബായിക്കും ഒരുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി.